ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പൈനാപ്പിൾ സുഫ്ലിയുടെ ആട്ടോ. പേര് കേട്ട് ആരും ഞെട്ടണ്ട. കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൊരു അടിപൊളി ഐറ്റമാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്. ഒരു തവണ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളിത് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും, അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പൈനാപ്പിൾ സൂപ്പിലേക്ക് എന്തായാലും പൈനാപ്പിൾ മസ്റ്റല്ലേ. അപ്പോൾ ഞാനൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനൊന്നും വേണ്ട, പകുതി മാത്രം മതി. ഇതൊന്ന് മുറിച്ചിട്ട് വരാം. അപ്പോൾ അതാ മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ജെലാറ്റിൻ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ബൗളിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ജെലാറ്റിൻ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതൊരു ജെല്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, സൂഫ്ലിയുടെ മുകളിലിടാനുള്ള ഒരു ജെല്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ഇപ്പം നമുക്ക് ജെല്ലി പൗഡർ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. പൈനാപ്പിൾ, സ്ട്രോബെറി, ആപ്പിൾ അതായാലും മതി. പക്ഷെ ഞാൻ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് കിട്ടട്ടെ എന്ന് കരുതി നമ്മൾ പൈനാപ്പിൾ ജ്യൂസിൽ മെൽറ്റ് ചെയ്ത ജെലാറ്റിൻ ഒഴിച്ച് ജെല്ലി ആക്കാമെന്ന് കരുതി. അപ്പോൾ ആ പൈനാപ്പിളിൻ്റെ നല്ലൊരു ഫ്ലേവർ കാണുമല്ലോ. അപ്പോൾ അത് ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കി ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ചെറിയ പീസായിട്ട് പൈനാപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുറച്ച് പഞ്ചസാര ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. വഴറ്റി മീൻസ് വേവിച്ചെടുക്കണം. അതിനകത്ത് ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ജസ്റ്റ് ഒന്ന് വഴന്ന് വരുന്ന പോലെ വരില്ലേ, അതുപോലെ ഒന്ന് ആക്കിയെടുക്കണം. ഓൾറെഡി പൈനാപ്പിൾ നിറച്ച് വെള്ളം ആയതുകൊണ്ട് വെള്ളമൊക്കെ ഇറങ്ങും. അപ്പോൾ വെള്ളമൊക്കെ അത്യാവശ്യം ഒരുപാടൊന്നും വറ്റിപ്പോകണ്ട, അത്യാവശ്യം ഒന്ന് വറ്റി ഒന്ന് കടിക്കാൻ പാകത്തിന്. ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും ഒരു കയ്പ്പ് ടേസ്റ്റ് പോലെ വരും, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ജെല്ലി സെറ്റായിട്ടുണ്ട്. ഇവിടെ എനിക്കൊരു അബദ്ധവും കൂടെ പറ്റിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, വെപ്രാളം കാരണം പെട്ടെന്ന് ജെല്ലി കട്ട് ചെയ്തെടുത്തു. പക്ഷെ കുറച്ചും കൂടെ ഒന്ന് സെറ്റാവണമായിരുന്നു. ഒരു 10 മിനിറ്റ് കൂടെ വെച്ചിരുന്നെങ്കിൽ സെറ്റായേനെ. പക്ഷെ എന്തോ വെപ്രാളം കൊണ്ട് പെട്ടെന്ന് കട്ട് ചെയ്തെടുത്തു. എന്നാലും കുഴപ്പമില്ല, സ്റ്റൈലായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ടേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജെല്ലി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സൂഫ്ലി മൊത്തം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ബൗളിലേക്ക് നമ്മൾ ജെല്ലി എല്ലാം ഇട്ട് കൊടുക്കാം. കുറച്ച് ജെല്ലി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാനും. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പൈനാപ്പിളോട് ഇട്ട് കൊടുക്കാം. വേവിച്ച പൈനാപ്പിൾ തന്നെ ഇടണം. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ പൈനാപ്പിൾ നമ്മൾ റോ ആയിട്ട് കഴിക്കുമ്പോഴത്തേക്കും ഒരു ചൊറിയുന്നൊരു ഫീലൊക്കെ വരത്തില്ല. അതൊന്നും വരാതിരിക്കാനും പുളിപ്പ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് 1.5 കപ്പ് ഫ്രഷ് ക്രീമാണ്. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഫ്രഷ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി മധുരത്തിന് ആവശ്യമായിട്ട് 1/2 കപ്പ് മിൽക്ക് മെയ്ഡൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ 2 സ്റ്റെപ്പും സ്കിപ്പ് ചെയ്യരുത്. ഇതിലാണ് നമ്മൾ സൂഫ്ലിയുടെ ടേസ്റ്റ് മൊത്തം ഇരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സ് ചെയ്യുമ്പോഴേക്കും ഈ കട്ടിയായിട്ടിരിക്കുന്ന ഫ്രഷ് ക്രീം നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരും കേട്ടോ. ഭയങ്കര ക്രീമിയും ടേസ്റ്റ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ വയ്യ. നമ്മളെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. അവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും, അത്രയ്ക്ക് ടേസ്റ്റ് ആട്ടോ. മധുരത്തിൻ്റെ ഇടയ്ക്ക് കടിക്കാനായിട്ട് ചെറിയ പൈനാപ്പിളും ജെല്ലിയൊക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റ്. എനിക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിയത്തില്ല. എന്തായാലും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം എല്ലാവരും. ഇപ്പോൾ ഇത്രയുള്ള പരിപാടി സെറ്റായിട്ടുണ്ട് നമ്മൾ പൈനാപ്പിൾ സൂഫ്ലി. ഇനി നമ്മളിതൊരു ബൗളിലോ ഗ്ലാസ്സിലോ ഒക്കെ ഒന്ന് സെർവ് ചെയ്യാം. ഗ്ലാസ്സിൽ കുറച്ച് ഒഴിച്ചിട്ട് ഇതിൻ്റെ മേളിൽ നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ജെല്ലിയും പൈനാപ്പിളും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ സെർവ് ചെയ്യാനുള്ള പരിപാടിയും. അപ്പോൾ നല്ല അടിപൊളി പൈനാപ്പിൾ സൂഫ്ലി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, മസ്റ്റാണ്. അതുപോലെ നിങ്ങളുടെ വിലയേറെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റായിട്ട് അയക്കണം. ഒരു സ്മൈലി എങ്കിലും അയക്കാൻ മറക്കല്ലേ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ.